ഇവൾക്ക് ഏറ്റവും ഞാൻ ഇവിടെ വിളിക്കുന്ന ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? പോത്തുംകുട്ടി. ഞാൻ ആരെ പോത്തുംകുട്ടിയാ? ഇക്കാന്റെ കുഞ്ഞു മോളാരാ? ഞാനാ. വഴക്കാളി ആരാണ്? ഇവള് വഴക്കിടുന്നത്. ഇവളെ ഏതോ സ്വപ്നം കണ്ടിട്ട് ഞാൻ അതിൽ ഒളിച്ചോടി. എന്നിട്ട് അതിന് പിറ്റേ ദിവസം കച്ചറ. കൂർക്കം വലിക്കുന്ന ആളാരാണ്? എന്തെങ്കിലും വീഡിയോ വരട്ടെ. ഡെയിലി കൂർക്കം. പുള്ളിക്കാരി ആദ്യം ഓർമ്മ, കുറച്ച് കഴിയുമ്പോ കാണാം. ഹായ് ഗൈസ്. ഓക്കെ, സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ആരാണ് ആ ആൻസർ കറക്റ്റ് ആൻസർ എങ്കിൽ അവര് ഹാറ്റ് വെക്കുക. ഓക്കെ, നിങ്ങൾക്കിടയിലെ ബെസ്റ്റ് ഡാൻസർ ആരാണ്? ആരുമില്ല. ഓക്കെ, പിണങ്ങിയാൽ ആദ്യം മിണ്ടാൻ എത്തുന്നത് ആരായിരിക്കും? അപ്പൊ ആക്ച്വലി ദേഷ്യം കൂടുതൽ യാസിനാന്നുണ്ടെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ യാസിനാണ് വരുന്നത്. അതെന്തുകൊണ്ടാ? ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ കോംപ്രമൈസ്. ഓക്കെ, അതായത് മറ്റേ വിമൻ ഓൾവേസ് റൈറ്റ് എന്ന് പറഞ്ഞ പോലെ അല്ലേ? അതന്നെയാണ് കറക്റ്റ്. ഓക്കെ, അടുത്തത് റൊമാൻറ്റിക് പേഴ്സൺ ആരാണ്? എന്തൊക്കെയാണ് റൊമാൻറ്റിക് ജസ്റ്റേഴ്സ്? എന്തൊക്കെയാണ്? അയ്യോ അങ്ങനെ. അതുപോലെ ഇങ്ങനെ മുത്തേ. അയ്യോ, ഇവൾക്ക് ഏറ്റവും ഞാൻ ഇവിടെ വിളിക്കുന്ന ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? പോത്തുംകുട്ടി. ആ കഥ പറയാൻ പറ്റൂലല്ലേ? പുറത്ത് പറയാൻ പറ്റില്ല. നാട്ടിക്കല്ലേ. ഓക്കെ, അടുത്തത് കുളിക്കാൻ മടി ആർക്കാണ്? അതെന്താ കുളിക്കാൻ മടി? ഇവിടെ തണുപ്പല്ലേ? കൊടുങ്ങല്ലൂർ ഒരു ചൂടാണ്, അപ്പൊ അവിടെ കുളിക്കും. ഇവിടെ തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാൻ മടിയാ. ഒരു ദിവസം എത്ര ദിവസം കൂടുമ്പോഴാ കുളിക്കാറ്? അങ്ങനല്ല, എനിക്ക് തല വാഷ് ചെയ്യാൻ മതി. തല വാഷ് ചെയ്യാൻ മടി. അതിപ്പോ അങ്ങനെ ആരും വാഷ് ചെയ്യാറില്ല എപ്പോഴും. ഓക്കെ, പല്ല് തേക്കാത്ത ആൾ ആരാണ്? പൊന്നിക്കാനില്ല, പല്ലേക്കാണ്ട് ചായ പിടിക്കുന്ന ആള്. അതെന്താ ആദ്യം ഭാര്യനെ കാണിച്ചത്? ഞാനോ? ഇല്ലില്ല, പോണം. ഞാൻ തന്നെ. അതല്ല, അതെന്താ അങ്ങോട്ട് ചൂണ്ടിയത് ആദ്യം? അല്ല, എന്റെ ഓർമ്മയില് ഞാൻ രാവിലെ രാത്രി ബ്രഷ് ചെയ്യും. ഞാൻ രാവിലെ മാത്രം ചെയ്യുള്ളൂ, രാത്രി ബ്രഷ് ചെയ്യണമെന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പല്ലേക്കാണ് കോഫി കുടിക്കണത്. അത് പിന്നെ ഞാൻ ഉറങ്ങി എണീക്കൂല, ഇവള് നേരത്തെ എണീക്കും. എന്നിട്ട് പറയും കോഫി ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഉറക്കം എണീച്ചത് കുടിക്കണം, കുടിച്ചില്ലേ തെറ്റും. അതിനാണ് നല്ലത്. നമ്മള് പല്ല് തേക്കാത്തവരാക്കി. ഒരു MBBS പഠിച്ച കുട്ടിയല്ലേ ഇരിക്കുന്നത്, 2 നേരം എന്തുകൊണ്ട് പല്ല് തേക്കുന്നില്ല? അതൊന്നും ചോദിച്ചൂടാ. ഓക്കെ, അടുത്തത് വഴക്കാളി ആരാണ്? ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത്? ആക്ച്വലി എനിക്ക് നേരത്തെ വ്യാസിനെ പറഞ്ഞതിൽ ഒരു ബന്ധം തോന്നുന്നില്ല. ഫുൾ ഷോർട്ട് ടെമ്പേർഡാണ്. ഞാൻ എപ്പോഴും കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കും. ചെറിയ കാര്യം മതി. ചിലപ്പോൾ കൈ പിടിച്ചില്ല, പുറത്ത് പോകുമ്പോൾ നടന്നില്ല, കാറിന്റെ ഡോർ തുറന്നില്ല, അതൊക്കെ ഇരിക്കും. ഇത് ഈ വീഡിയോസ് കണ്ടിട്ടുള്ള പ്രശ്നം തോന്നുന്നുണ്ട് അല്ലേ? ഇതാണ് ലോകം. ഡോറ് തുറന്നു കൊടുക്കണം, ചെയർ വലിച്ചു കൊടുക്കണം അല്ലേ? ഇരിക്കും കാറിൽ, അങ്ങനെ ഇരിക്കും. നമ്മള് കാറ് ലോക്ക് ചെയ്യുക, തിരിഞ്ഞു നോക്കുമ്പോ ആളെ കാണൂല. നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ എന്റെ മുഖത്ത് പോലും നോക്കൂല. അപ്പോഴാണ് നമുക്ക് ഓടുക. ഇതായിരുന്നു റീസൺ. ചില സമയത്ത് ഈ തല്ലുവിടുന്ന റീസൺ എന്താന്ന് മനസ്സിലാവാണ്ടിരിക്കാറുണ്ടോ? സത്യമായിട്ട് ഇവളെ ഏതോ സ്വപ്നം കണ്ടിട്ട് ഞാൻ അതിൽ ഒളിച്ചോടി. എന്നിട്ട് അതിന് പിറ്റേ ദിവസം കച്ചറ. സീരിയസ്ലി അത് ഉണ്ടായ കേസാ. അതെങ്ങനെ കോംപ്രമൈസ് ചെയ്ത്? രക്ഷയില്ലല്ലോ. ഞാൻ എവിടെയും പോയി ഇവിടെ ഓരോ സ്വപ്നം കണ്ടുവരും. അത് എന്ത് കഷ്ടല്ലേ? സ്വപ്നം റിയാലിറ്റി പോലെ തോന്നും. നമുക്ക് റിയൽ ഫീൽ ഉണ്ടാവും. അത് സ്വപ്നം മനസ്സിലാക്കണ്ടെന്നാലേ. ഓക്കെ, അടുത്തത് എന്തിനും ഏതിനും ഡൗട്ട് ചോദിക്കുന്ന ആ സംശയ രോഗി ആരാണ്? എന്തൊക്കെ സംശയങ്ങളാണ് വരാറ്? എന്റെ ഇൻസ്റ്റാഗ്രാം ഒരു പെൺകുട്ടി മെസ്സേജ്
നമ്മളൊരു ഇതല്ലേ, സോഷ്യൽ മീഡിയയിലുള്ള ആളല്ലേ, ഹായ് അയച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി. അവൾ എന്തിനു ഹായ് അയച്ചു, അവളെ എങ്ങനെ നിങ്ങൾക്ക് അറിയാം? എന്റെ ദൈവമേ, അതൊരു ഭാര്യന്റെ കടമ. ഓക്കെ, അടുത്തത് എന്ത് പറഞ്ഞാലും സമ്മതിച്ച് തരാത്ത ആള് കേട്ടോ. ആരാണ്? എല്ലാം എവിടെയാണ്? അപ്പൊ സമ്മതിച്ച് തരണ ആള് ഇപ്പുറത്താണോ? ഇപ്പൊ നമ്മള് തല്ലുവിടും, അപ്പൊ ചിലപ്പോ തെറ്റ് എന്റെ ഭാഗത്തായിരിക്കും, ഞാൻ സമ്മതിച്ചു കൊടുക്കൂല. നമ്മള് സമ്മതിച്ചെടുക്കണം. അപ്പൊ ഇപ്പോഴും അവിടെയാണ് ഈഗോ ഇല്ലാണ്ട് പെരുമാറാറ്. കുറച്ച് ദേഷ്യമൊക്കെ പെട്ടോട്ടോ, കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു ദേഷ്യപ്പെട്ടു എന്തിനാണ് ആദ്യം ഞാൻ ചോദിച്ചത്. ഓക്കെ, അടുത്തത് കട്ടിയുള്ള ഹൃദയം ആർക്കാണ്? ഓക്കെ, അതെനിക്ക് തോന്നി. എങ്ങനെയാണ് ആ ഹൃദയം കട്ടിയുള്ളതായത്? യാത്രയൊക്കെ ചെയ്യില്ല, കുറച്ച് ധൈര്യമൊക്കെ വേണ്ട, അപ്പൊ കട്ടിയായതാ, എന്നാലേ യാത്ര ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആള് പാർട്ട്ണറാണ് അല്ലേ? ഓക്കെ, ഇനി ചീത്ത വിളിക്കുന്ന ആൾ ആരാണ്? എന്തൊക്കെയാണ് ചീത്ത വിളിക്കാറ്? എടീന്ന് വിളിക്കാൻ പാടില്ലല്ലോ അല്ലേ? ഡാന്ന് വിളിക്കണ്ടേ? അല്ല, നമ്മുടെ ഗേൾസിനെ ഗേളിനെ ഞാൻ ഉണ്ടാവൂലേ, നമ്മളെന്താ യൂഷ്വലി ഡാ അത് ചെയ്തു തരും, ഇത് ചെയ്തു തരുമെന്നല്ലേ. അപ്പൊ ഞാൻ എടീന്ന് വിളിക്കൂ, അപ്പൊ അങ്ങനല്ല, എടീന്ന് വിളിക്കരുത്, ഡാന്ന് വിളിച്ചോ. ഓക്കെ, എനിക്കറിയില്ല. അങ്ങനെയൊക്കെയാണ് ന്യൂ ജനറേഷനെ. 4 വയസ്സ് 5 വയസ്സ് വ്യത്യാസമല്ലോ. 2K കിഡ് 90 കിഡ്, അതിന്റെ വ്യത്യാസം ഭയങ്കരമുണ്ട്. ഓക്കെ, അടുത്തത് റൊമാൻറ്റിക് ഡയലോഗുകൾ പറയുന്നത് ആരാണ്? മറ്റേ പോത്തും കുട്ടിയൊക്കെ. അത് പറയൂ, രണ്ട് റൊമാൻറ്റിക് ഡയലോഗ് ഇപ്പൊ പറയണം. ഞാൻ പറയുന്നത് അതൊന്നും പറ്റൂല, 2 റൊമാൻറ്റിക് ഡയലോഗ് പറയണം. അതെ, അവിടെ നിർബന്ധിക്കണം. ഓള് വന്നിട്ട് ചോദിക്കും, ഞാൻ ആരെ പോത്തും കുട്ടിയാ? രണ്ടാമത്തെ അടുത്ത റൊമാൻറ്റിക് ഡയലോഗ് ഒരെണ്ണം കൂടെ വേണം. ആയിക്കാന്റെ കുഞ്ഞു മോളാരാ? ഞാനാ. അയ്യോ, ഓക്കെ. അടുത്തത് ബുദ്ധിപരമായി എന്തെങ്കിലും ചെയ്താൽ ഭൂലോക മണ്ടത്തരമായി മാറുന്നത് ആരാണ്? എന്താണ് ഒരു സിറ്റുവേഷൻ പറയോ? എല്ലാ കാര്യവും ചെല്ലിയതൊക്കെ അത് കൊറേ എടുത്തു പറയാൻ ബുദ്ധിമുട്ടും ഓർമ്മയില്ല. അതാണ് എന്ത് ചെയ്ത ഈ ഫുഡൊക്കെ ഉണ്ടാക്കി വല്ലത് പരീക്ഷിച്ച് കൊച്ചാളമായി പോകുന്ന. പക്ഷെ എൻജോയ് ചെയ്ത് തിന്നത് ഉപ്പിച്ച ആ സന്തോഷമാണ് ഉപ്പയുടെ മുഖത്തിപ്പുള്ളത്. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൂർക്കം വലിക്കുന്ന ആളാരാണ്? എന്റെ വീഡിയോ വരട്ടെ, ഡെയിലി കൂർക്കം. അതായത് ഞാൻ കുറച്ചു നേരം ഫോൺ കളിച്ചിട്ട് ഉറങ്ങാം, പുള്ളിക്കാരി ആദ്യം ഉറങ്ങും, കുറച്ച് കഴിയുമ്പോ കാണാം. ഇല്ല, ഞാനങ്ങനെ ഫോൺ പേഴ്സൺ അല്ല. എനിക്ക് ഉറങ്ങുമ്പോൾ ഫോൺ പാടില്ല, എണീക്കുമ്പോഴും ഞാൻ ഫോൺ നോക്കാറില്ല. അപ്പം നമ്മളുടെ ആ ഒരു ഡേ തന്നെ വേസ്റ്റാണ്. ഇക്കാന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ ഫോൺ, എണീക്കുമ്പോൾ ഫോൺ. ചോദ്യം കൂർക്കം വലിയാണ്. സത്യല്ലേ? എങ്ങനെയാണ് വയ്യാണ്ടായിട്ട് വലിച്ച? അല്ല, ഈ കൂർക്കം വലിയുടെ ഒരു ഇമിറ്റേഷൻ കാണിച്ചത് എങ്ങനെയാണെന്ന് വീഡിയോ ഉണ്ട്, കാണിച്ചാൽ മതി. എങ്ങനെയാണ് കൂർക്കം വലി? വലിയ സൗണ്ട് ഇല്ല, ചെറിയ. അതല്ല, മൂക്കടഞ്ഞിട്ടാണ്. ഓക്കെ, എന്ത് പറഞ്ഞാലും പുച്ഛിക്കുന്ന ആ ദുഷ്ടൻ ഓർ ദുഷ്ട ആരാണ്? ഓക്കെ, പുച്ഛം മാത്രം. പുച്ഛം മറ്റേ ഡോക്ടർ ആയതിന്റെ നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് അപ്പോൾ അങ്ങോട്ടേക്ക് തിരിയും. ഇതിങ്ങനെ ചെയ്യണം സയന്റിഫിക്കലി. പിന്നെ ഇപ്പൊ ഒരു ആപ്പിൾ ഒരു മുട്ടായി നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് കൈയ്യക്കണം. ഇപ്പൊ വണ്ടിയിൽ നമ്മളിപ്പം യാത്ര ചെയ്യാം, അപ്പോൾ ഒരു ചോക്ലേറ്റ് തന്ന് നമ്മളത് കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നിർത്തി വാഷ് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് പിന്നെ വണ്ടി പിടിക്കാൻ പറ്റും. അതിപ്പോ ഞങ്ങള് റഷ്യയില് മെട്രോനുള്ളത് ഞാൻ അറിയാണ്ട് ഓള് തന്ന ചോക്ലേറ്റ് എടുത്ത് കഴിച്ച് പിന്നെ പുറത്തിറക്കി കൈയൊക്കെ കീഴി. അല്ല, വെറ്റിഷ്യൂ ഉണ്ട്, എല്ലാ സ്റ്റോക്ക് ആയിരിക്കും. ബാഗിലെല്ലാം ബാഗിലെല്ലാം ഉണ്ടാവും, ഒന്നും പുറത്ത് പോകണം. ഞാൻ ഇതിന്റെ കൂടെ ഒരു വാട്സിൻമൈ ബാഗ് ചെയ്യിക്കായിരുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്ക് കിട്ടിയിരിക്കണെന്ന് അറിയോ? അല്ല, അവിടെ തോക്കുന്ന ആളാണ് ജയിക്കുക.
ഇവിടെ ആക്ച്വലി ദേഷ്യം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മുടെ എന്താ പറയാ ഷിൻഷിതയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഹാപ്പിയാണോ? ഹാപ്പി, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് കഴിഞ്ഞു. ഇനി ഒരു താച്ച പാപ്പയെ പറഞ്ഞോ. ബൈ ഗൈസ്.